ഹലോ ഗായ്സ്, നിൻ്റെ ചേച്ചീൻ്റെ കോളേജിൽ ഓൾക്ക് സമ്മാനം ഉണ്ട് പറഞ്ഞിട്ട് ക്ലാസ് ടോപ്പർ ആയതിൻ്റെ സമ്മാനം മേടിക്കാൻ പോവാട്ടോ കോളേജിലേക്ക്. അപ്പോൾ എൻ്റെ കോളേജ് ഞാൻ കണ്ടുപൂട്ടി ഞാൻ ലീവാക്കി. എന്താ ഇപ്പം എന്നും കോളേജിൽ പോയി ഇങ്ങനെ പഠിച്ചിട്ട്. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ ഒപ്പം ഞാൻ കോളേജിൽ തന്നെയാണല്ലോ പോണത്. ഏതായാലും കോളേജ് തന്നെയാണല്ലോ. എൻ്റെ കോളേജ് ഓളെ കോളേജ് എന്നൊന്നും ഇല്ലല്ലോ. ഏത് കോളേജിൽ പോയാലും പഠിക്കൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും കോളേജിൽ പോയപ്പോൾ എന്താ എന്ന് വിചാരിച്ച് ഞാൻ ലീവാക്കി. ഈ പെണ്ണിനാണ് ആദ്യം സമ്മാനം കൊടുക്കുന്നത്. വേറെ പെണ്ണിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തതിൽ ഈ പെണ്ണിനാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ വീണ്ടും എൻ്റെ ചേച്ചിക്കാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ ഓളെ മണ്ടണു, ഓളിനോട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് മണ്ടാണ് സമ്മാനം മേടിക്കാൻ. അപ്പോൾ ഓൾക്ക് 2 സമ്മാനം ഉണ്ട്. അവരെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒരു സമ്മാനവും പിന്നെ കോളേജിൽ നിന്ന് ഒരു സമ്മാനവും പിന്നെ ഒരു ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു. ക്യാഷ് പ്രൈസ് എത്ര ആവുമെന്ന് ഞാനിങ്ങനെ കണക്കൂട്ടി ഞാൻ ഓട് പറഞ്ഞു ഒരു 10,000 കിട്ടുണ്ടാക്കണം. ഓട് പറഞ്ഞു ഒരു 5,000 ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു 500എങ്കിലും ഉണ്ടായ ഭാഗ്യം എന്നൊക്കെ. അങ്ങനെ ഓള് മടിച്ച് അങ്ങനെ സമ്മാനം വാങ്ങാൻ പോയി. ആകാംക്ഷ മൂത്തു. ഞങ്ങൾ ക്യാഷ് പ്രൈസ് അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചു. അവരൊന്നും പൊട്ടിക്കണില്ല ആൾക്കാരൊന്നും. ഞാൻ പറഞ്ഞു ഓട് പൊട്ടിക്കേന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടിച്ച് 2,000 റുപ്യാണ് തോന്നണു. കുറേ ഉണ്ട് ഞാൻ ഓട് പറയുന്നുണ്ട്, പക്ഷെ 2,000 ഉള്ളൂ. ഒരു 10,000 ഒക്കെ തരാമായിരുന്നു അല്ലേ. കോളേജിന് അഭ്യർത്ഥിക്കുകയാണ് ഒരു 10,000 ഒക്കെ അടുത്ത പ്രാവശ്യം തരാമെന്ന്. പിന്നെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനീൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ഇവിടെ ഏഷ്യനെറ്റിലത്തെ ആങ്കറിങ്ങൊക്കെ എത്രയാ പെണ്ണ്. അപ്പോൾ പിന്നെ ഒരു പാട്ടുണ്ടായിരുന്നു അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥീൻ്റെ തന്നെയാണ്, നാടൻ പാട്ട്. മലയാള വേദി പറഞ്ഞിട്ട് മലയാളത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണത്. അപ്പോൾ അടുത്ത ചെക്കന്മാരൊക്കെ ഡാൻസ് കളിക്കുകയാണ്. എനിക്ക് കളിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ വേറെ കോളേജാണല്ലോ, നമ്മളറിയാത്തൊരു സ്ഥലത്ത് പോയി കളിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കളിച്ചില്ല. പിന്നെ മലയാള വേദിയാണല്ലോ, അപ്പോൾ മലയാളത്തിന് തനിമയുള്ള എല്ലാ കളികളും അവിടെ ഉണ്ടായിരുന്നു. ഒപ്പന, കോൽക്കളി, തിരുവാതിര, മോഹിനിയാട്ടം, തെയ്യം, അങ്ങനെ പലവിധ കളികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ അവരൊക്കെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു കഥകളീൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു മന്തി കഴിക്കാൻ പോയി. ക്യാഷ് ഉണ്ടല്ലോ, ക്യാഷ് പ്രൈസ് കിട്ടിയോണ്ട്. പിന്നെ മന്തി കാത്തിരുന്ന് ഞാൻ കേബേജും മയോണൈസും കൂട്ടി കുറച്ച് നേരം നിന്നു. പിന്നെ കാത്തിരുന്ന മന്തി എത്തി. മന്തിയാണെങ്കിൽ വിചാരിച്ചത്രയൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല, എന്താണാവലെ. പിന്നെ അങ്ങനെ മന്തിയും കഴിച്ച് ഞങ്ങൾ വീട്ടിൽ മടങ്ങിയിട്ട് ബൈ ബൈ.